വനിതകൾക്ക് പാർട്ടി പ്രോത്സാഹനം നൽകുന്നില്ലെന്ന് CPM സംഘടനാ റിപ്പോർട്ട്. സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ വില കുറച്ചു കാണുന്നു. നേതൃസ്ഥാനത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നത് എല്ലാ തലങ്ങളിലും കുറവെന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, നേതൃസ്ഥാനത്തേക്ക് എല്ലാ തലത്തിലുള്ള സ്ത്രീകളെ കൊണ്ടുവരുന്നത് എല്ലാ തലങ്ങളിലും കുറവാണ് എന്നാണ് ഇപ്പോൾ സംഘടനാ റിപ്പോർട്ടിൽ അടക്കം പറയുന്നത്. വിവരങ്ങൾ. തീർച്ചയായും കൽക്കട്ട പ്ലീനം അനുസരിച്ച് പാർട്ടിയുടെ സ്ഥാനങ്ങളിലെല്ലാം തന്നെ 25% വനിതകളെ എത്തിക്കണം എന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ആ നിർദ്ദേശം കൃത്യമായി പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നില്ല എന്ന് തന്നെയാണ് സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം ഉള്ളത്. പ്രത്യേകിച്ചും ഈ പല സ്ഥലങ്ങളിലും ഈ സംഘടനയുടെ ബ്രാഞ്ച് കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ ഇവയിലൊക്കെ തന്നെ സ്ത്രീ പ്രാതിനിധ്യം പേരിന് മാത്രമായി ചുരുങ്ങപ്പെടുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഏറ്റവും വലിയ ആരോപണം. അത്തരം ആരോപണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൂടുതൽ സ്ത്രീകളെ, പ്രത്യേകിച്ചും ഇടനിലക്കാരും വിദ്യാർത്ഥിനികളും ഒപ്പം യുവതികളെയും എല്ലാം പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഓരോ താഴെത്തട്ടുമുള്ള പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമാണ്. അതിന് പാർട്ടിയുടെ നേതൃനിരയിൽ ഉള്ളവർ ഇടപെടണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. മാത്രവുമല്ല, ഹിന്ദുവിസത്തിനെതിരെ അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ അല്ലെങ്കിൽ കമ്മ്യൂണൽ അല്ലെങ്കിൽ വർഗീയവൽക്കരണത്തിനെതിരെ വലിയ തരത്തിലുള്ള പോരാട്ടം ഭാവിയിൽ അനിവാര്യമാണ് എന്ന് തന്നെയാണ് സംഘടന റിപ്പോർട്ടിൽ പരാമർശിച്ചത്. പ്രത്യേകിച്ചും BJPയുടെ വളർച്ചയും സമീപകാലങ്ങളിൽ BJP നടത്തുന്ന പ്രവർത്തനങ്ങളുമൊന്നും വെറുതെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ചും അതിന് ബോധവത്കരണ രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണമെന്നും സംഘടനാ റിപ്പോർട്ടിലുണ്ട്. നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള പരാമർശങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. പ്രത്യേകിച്ചും പാർട്ടിയുടെ മേൽത്തട്ടിൽ ഉള്ളവർ, ഈ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പ്രവർത്തനം ഉൾപ്പെടെയുള്ളവ നിരീക്ഷിക്കും എന്നായിരുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഓരോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഓരോ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പാർട്ടിയുടെ താഴെ ഘടകങ്ങളിൽ എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഈ പ്രവർത്തനങ്ങൾ എന്തുമാത്രം ഉപയോഗപ്രദമായിട്ടുണ്ട്, ഇതിലൂടെ പാർട്ടിക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായിട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തണം എന്ന ഒരു വലിയ നിർദ്ദേശം തന്നെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, സംസ്ഥാനത്ത് ആശാസമരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ പുരോഗമിക്കുമ്പോഴും അത് കാര്യമായി സർക്കാർ പരിഗണിക്കാത്ത ഒരു അവസ്ഥയുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആശാ വർക്കർമാർ, അംഗൻവാടിയിലെ ജീവനക്കാർ, ഒപ്പം പാചക തൊഴിലാളികൾ ഇവർക്ക് മതിയായ സംരക്ഷണവും ഒപ്പം തന്നെ അവർക്ക് മതിയായ വേതനവും കിട്ടുന്നതിന് ആവശ്യമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നൊരു നിർദ്ദേശം വരുന്നുണ്ട്. മാത്രവുമല്ല, ഇവർക്ക് സംഘടനകൾ CPM തലത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മാറി ഇവർക്ക് CPMനെതിരെയുള്ള സംഘടനയുടെ ഭാഗമായിട്ടാണ് ഈ അംഗനവാടിയിലെയും ഒപ്പം തന്നെ ആശാ വർക്കർമാരും പ്രവർത്തിക്കുന്നത്. അത് പാർട്ടിക്ക് വല്ലാത്ത തരത്തിൽ ക്ഷതമേൽപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് മാറണം. ഇവരെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. മാത്രവുമല്ല, SFI പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം സംസ്ഥാനത്ത് വലിയ തരത്തിൽ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ പോലും ചില ഇടപെടലുകൾ അത് വലിയ തരത്തിൽ ദോഷം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പാർട്ടിയുടെ സമസ്ത മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പാർട്ടി ഏതൊക്കെ തരത്തിൽ അല്ലെങ്കിൽ കൽക്കട്ട പ്ലീനത്തിന് ശേഷം പാർട്ടി ഏതെല്ലാം തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ അനിവാര്യമായിരുന്നു, അത്തരത്തിലുള്ള ഒരു നവീകരണത്തിലേക്ക് പാർട്ടി പോയില്ല എന്നുള്ള സൂചനയും ആ സംഘടനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, കേരളം ഒഴികെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ തരത്തിൽ നഷ്ടമുണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ പ്രത്യേകിച്ചും പശ്ചിമ ബംഗാൾ പോലുള്ള സ്ഥലത്ത് പാർട്ടിക്ക് തിരിച്ചെത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ, കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങൾക്ക് പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഉണ്ടായ ഒരു നേട്ടം വീണ്ടും ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അത് തിരിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. അതിന് PB അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരുമയോട് പ്രവർത്തിക്കണം. ഒപ്പം പാർട്ടിയിലേക്ക് ഒരു പുതിയ അംഗം വരികയാണെങ്കിൽ കൃത്യമായും ആ അംഗത്തെക്കുറിച്ച് വ്യക്തമായ വിലയിരുത്തലിന് ശേഷം മാത്രമേ പാർട്ടി അംഗത്വം നൽകാവുള്ളൂ. അല്ലാതെ അംഗത്വം നൽകുന്ന പാർട്ടിക്ക് ദോഷമുണ്ടാക്കും. പാർട്ടികളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാലസംഘങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തണം. അങ്ങനെ പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എടുത്തു കാണിക്കുന്ന ഒരു സംഘടനാ റിപ്പോർട്ടാണ് പാർട്ടി സമ്മേളനത്തോടനുബന്ധിച്ച് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിന്മേലുള്ള ചർച്ച 5-ാം തീയതി മാത്രമാണ് തുടങ്ങുക. ഇന്ന് പ്രതിനിധി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നും നാളെയും മറ്റന്നാളും രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ്. അതേസമയം 5-ാം തീയതി ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയാകും. അതിനുശേഷം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനും ഒപ്പം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലേക്കും കാര്യങ്ങൾ നീങ്ങും. നിലവിലെ സാഹചര്യത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ എണ്ണം 17 അതിൽ 7 പേർ പ്രായപരിധിയുടെ കടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പാർട്ടി വിട്ട് പുറത്തു പോകേണ്ടി പാർട്ടിയുടെ നേതൃനിരയിൽ നിന്നും
നിന്ന് മാറേണ്ടി വരും. പകരം അവർക്ക് പാർട്ടി പ്രവർത്തകരായി തുടരാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് പകരം ആളുകളെ പോളിറ്റ് ബ്യൂറോയിലേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കും കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അതിൽ സംസ്ഥാനത്ത് നിന്ന് എത്ര പേരുണ്ടാകും, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെയാണ് വരാനുള്ള സാധ്യത, ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയായി മാറുകയാണ്. എന്തായാലും ആരായിരിക്കും ജനറൽ സെക്രട്ടറി എന്ന കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം 5-ാം തീയതിയോടുകൂടി ഉണ്ടാകും. ആ 5-ാം തീയതി ഒരു പക്ഷേ ആർക്കാണ് സാധ്യതയെന്ന് വ്യക്തമാകും. ഇപ്പോൾ നിലവിൽ MA ബേബി ഉൾപ്പെടെയുള്ളവരുടെ, രാഘവലു ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ പോളിറ്റ് ബ്യൂറോയിൽ പ്രായപരിധിയെ തുടർന്ന് നേതൃനിരയിൽ നിന്ന് മാറേണ്ടി വരുന്ന പ്രകാശ് ബാരാട്ടിന് ഒരിക്കൽ കൂടി ഒരു ഇളവ് നൽകിക്കൊണ്ട് ഒരു പക്ഷേ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. എന്തായാലും ഒരു വലിയ തരത്തിലുള്ള ഒരു അഴിച്ചുപണി പാർട്ടിയിൽ ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ശരി, ഡിബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.